പട്ടിയെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ വരുന്ന ഈ ലോകത്ത് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ എന്ന് പ്രത്യേകിച്ച് ഒരു ആണിനെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരൂല എന്ന് പറഞ്ഞ ധൈര്യം എവിടെ നിന്നാണ് അങ്ങനത്തെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ സൊസൈറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഷംജിത എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ എടുത്തിട്ട് വൈറലാക്കുന്നു. അപ്പം പുള്ളിക്കാരൻ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. അപ്പം ദീപക് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ അതിന്റെ മനസ്സിലെ വേദന കാരണം സൂസൈഡ് ചെയ്യുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു അല്ലെങ്കിൽ ഒരു ആൺകൊച്ചിന് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുരുഷന് നടന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സമൂഹത്തിന്റെ ഒരു റെസ്പോൺസ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു സംഭവമോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ 1000 അല്ല 10,000 ആൾക്കാരുടെ വോയിസ് നമുക്ക് ഓൾ ഓവർ കേൾക്കാം. പക്ഷേ ഒരു പുരുഷനായതുകൊണ്ടാണോ ഇത് ആരും സംസാരിക്കാണ്ട് ഒതുങ്ങി തീരുന്നത്? കാരണം അത്രയ്ക്ക് ദയനീയമായിട്ട് തോന്നിപ്പോവുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വൈറലാകുന്നു, ദീപക് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ സൂസൈഡ് ചെയ്യുന്നു. അപ്പം ഒരു കുടുംബത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അത്താണി നഷ്ടപ്പെടുന്നു. അപ്പം ഇവർക്ക് എന്തും ചെയ്ത് വൈറലാവാന്നുള്ള ഒരു ലൈസൻസ് ആരാണ് കൊടുത്തത്? കാരണം ഒരു പട്ടിയെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ വരുന്ന ഈ ലോകത്ത് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ എന്ന് പ്രത്യേകിച്ച് ഒരു ആണിനെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരൂല എന്ന് പറഞ്ഞ ധൈര്യം എവിടെ നിന്നാണ് ഓരോ ആൾക്കാർക്കും വന്നത്? കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് പല ലോസും കാര്യങ്ങളെല്ലാം അനുകൂലമാണ്, പക്ഷെ അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതാരും മിസ്യൂസ് ചെയ്യരുതെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പാവം ആണുങ്ങളും ജീവിച്ചു പൊക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെയാണ് ഇന്ന് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളും സിറ്റുവേഷനും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മൾ ഓരോരുത്തരും ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കും. സ്ത്രീകൾക്കുണ്ടായ അക്രമങ്ങളിൽക്കാളും ഇപ്പം പുരുഷന്മാർ ഇതിൽ ഉപരി പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എതിരെ ഒരു ഇത് വേണ്ടേ? കാരണം സ്ത്രീകൾക്കെല്ലാം അനുകൂലമാണ്, അവരുടെ പ്രൊട്ടക്ഷനും എല്ലാത്തിനും ഓക്കെയാണ്. പക്ഷേ അത് മുതലെടുത്ത് മിസ്യൂസ് ചെയ്യുന്ന ഈ പെൺകുട്ടികൾക്കെതിരെയാണ്. അച്ഛനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കുടുംബത്തിനെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിനൊരു മനസമാധാനം കിട്ടുന്നെങ്കിൽ അതിന്റെ മനസമാധാനം കൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോളൂ. അതിലുപരി ഒന്നുമേ തന്നെ പറയാനില്ല. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, വേറൊരു അക്സ എന്ന് പറഞ്ഞ എന്തോ ആണ് ആ പുള്ളിക്കാരുടെ പേര്. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്തത് ഇനിയിപ്പോ എത്ര കാണാൻ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. സോ പാവപ്പെട്ട അപ്പൊ പറഞ്ഞു തന്നെയാണ്, ലോസ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും പാവപ്പെട്ട മനുഷ്യരും അല്ലെങ്കിൽ പാവപ്പെട്ട ആണുങ്ങളും ജീവിച്ചു പൊക്കോട്ടെ, അത്രയാണ്.